ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ കമ്പനി മീറ്റിംഗ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിക്വയർമെൻറ്റ്സ് ഫോർ എ വാലിഡ് മീറ്റിങ്ങിലത്തെ 2 പോയിന്റ്സാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോക്സീസിനെ കുറിച്ചിട്ടും അതുപോലെ മോഷൻ, ആ 2 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് മോഷൻസ് ആണ്. മോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മീറ്റിങ്ങിൽ വെക്കുന്ന പ്രപ്പോസലിൽ വിളിക്കുന്ന പേരാണ് മോഷൻസ് എന്ന് പറയുന്നത്. ആ പ്രപ്പോസലിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ പ്രപ്പോസലിൻ്റെ മുകളിൽ ഡിസ്കഷൻ നടന്നിട്ടാണ് ആ മീറ്റിങ്ങിൻ്റെ റിസൾട്ടായ റെസൊല്യൂഷൻ നമുക്ക് പാസ്സാക്കാനായിട്ട് പറ്റുക. ഒരു വാലിഡ് മോഷന് വേണ്ട റിക്വയർമെൻറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 9th റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, റെസൊല്യൂഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. റെസൊല്യൂഷൻ്റെ മീനിങ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പാസ്സാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മോഷൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, മെജോറിറ്റി ആൾക്കാരും, അതായത് ഒരു പ്രപ്പോസൽ ഇപ്പോൾ ഒരാൾ വെച്ചു ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്, ആ പ്രപ്പോസൽ മെജോറിറ്റി ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മോഷൻ എന്തായിട്ട് മാറി, റെസൊല്യൂഷനായിട്ട് മാറി. അതിൻ്റെ മീനിങ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തി. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച റെസൊല്യൂഷൻ്റെ ടൈപ്സ് ആണ്. അതിന് മെയിനായിട്ടും 2 ടൈപ്സ് ആണുള്ളത്. അതല്ലാണ്ട് വേറെ 2 സബ് ടൈപ്സുകൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൈൻഡ്സ് ഓഫ് റെസൊല്യൂഷൻ. ഫസ്റ്റ് വൺ ഈസ് ഓർഡിനറി റെസൊല്യൂഷൻ. ഒന്നാമത്തെ കൈൻഡാണ് ഓർഡിനറി റെസൊല്യൂഷനും. രണ്ടാമത്തെ അപ്പോൾ എന്തായിരിക്കും, സ്പെഷ്യൽ റെസൊല്യൂഷൻ. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ചാപ്റ്ററൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ 2 ടേംസ് യൂസ് ചെയ്യാറുണ്ട്. ഓർഡിനറി റെസൊല്യൂഷനും അതുപോലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ മീനിങ് നമുക്ക് ഇവിടെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കൈൻഡ് ഈസ് ഓർഡിനറി റെസൊല്യൂഷൻ. It is resolution passed by a simple majority of vote cast by members personally or by proxy. It is a resolution passed by simple majority of votes. അതായത് ഇപ്പോൾ 50% അല്ലെങ്കിൽ 51% ഓഫ് ആൾക്കാരൊക്കെ ആക്സെപ്റ്റ് ചെയ്താൽ അതെന്തായിട്ട് മാറി, ഓർഡിനറി റെസൊല്യൂഷനായിട്ട് മാറി. ഓക്കെ, അതായത് ആ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആയ ആൾക്കാരോ അല്ലെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ പ്രോക്സികളോ ആരെങ്കിലും 2 പേരുടെയും വോട്ട് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് മെജോറിറ്റി ആയാൽ മതി. സിമ്പിൾ മെജോറിറ്റി ആവാന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 50% അല്ലെങ്കിൽ 51% ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്താൽ അതെന്തായിട്ട് മാറി, ഓർഡിനറി റെസൊല്യൂഷനായിട്ട് മാറി. Simple majority means the vote cast in favor of the proposal must exceed the vote cast against the proposal. അതാണ് സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോട്ട് കാസ്റ്റ് ഇൻ ഫേവർ ഓഫ് ദി പ്രപ്പോസൽ മസ്റ്റ് എക്സീഡ് ദ വോട്ട് കാസ്റ്റ് എഗെയിൻസ്റ്റ് ദ പ്രപ്പോസൽ. ആ പ്രപ്പോസലിനെ ആയിട്ട് അല്ലെങ്കിൽ ഫേവറായിട്ട് വോട്ട് ചെയ്ത ആൾക്കാരുടെ നമ്പർ ആ പ്രപ്പോസലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്ത ആൾക്കാരുടെ നമ്പറിനേക്കാൾ കൂടിയാൽ മതി. അത്രയ്ക്കും മതി, ജസ്റ്റ് കൂടിയാൽ മതി. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 30 പേര് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന് 50% 15 അതിൽ കൂടുതലോ ആൾക്കാർ അതിന് ആയിട്ട് അല്ലെങ്കിൽ ഇൻ ഫേവർ ആയിട്ട് വോട്ട് ചെയ്താൽ അതെന്തായിട്ട് മാറി, സിമ്പിൾ മെജോറിറ്റി ആയിട്ട് മാറി. നമുക്ക് ആ പ്രപ്പോസൽ എന്തായിട്ട് മാറ്റാം, ഓർഡിനറി റെസൊല്യൂഷനായിട്ട് പാസ്സാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിൾ മെജോറിറ്റിയുടെ മീനിങ് ആണ് പറഞ്ഞത്. അങ്ങനെ ഈ സിമ്പിൾ മെജോറിറ്റി പ്രകാരം പാസ്സാക്കിയ റെസൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഓർഡിനറി റെസൊല്യൂഷൻ. The voting may be either by show of hands or electronically or by poll. ഏതെങ്കിലും മെത്തേഡിൽ കൂടെ നമുക്ക് വോട്ടിംഗ് നടത്താം. ഒന്നല്ലെങ്കിൽ ഷോ ഓഫ് ഹാൻഡ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് മോഡിലൂടെ ആവാം, അല്ലെങ്കിൽ പോളിംഗ് മെത്തേഡിൽ കൂടെ, ഏതെങ്കിലും ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് വോട്ട് കാസ്റ്റ് ചെയ്യാം. അത് സിമ്പിൾ മെജോറിറ്റി ക്രോസ് ചെയ്യുന്ന മാത്രമേ നിർബന്ധമുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസാക്ട് ഓർഡിനറി ബിസിനസ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനി ഓർഡിനറി ആയിട്ട് റൊട്ടീനായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഡിനറി ബിസിനസ് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് റെസൊല്യൂഷൻ പാസ്സാക്കാറ്, ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കാറ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസാക്ട് ഓർഡിനറി ബിസിനസ് ഓഫ് ദി company. A copy of the ordinary resolution need not to be filed with the registrar except when it is concerned with the change in the capital clause of the memorandum of association. സാധാരണ കേസിൽ എന്ത് വേണ്ട, നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി രജിസ്ട്രാർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സെപ്ഷൻ കേസ് മാത്രമുള്ളൂ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലത്തെ ക്യാപിറ്റൽ ക്ലോസ് ചേഞ്ച് ചെയ്യുന്ന ഓർഡിനറി റെസൊല്യൂഷനാണ് നമ്മൾ പാസ്സാക്കിയെന്ന് വെച്ചാൽ
അത് നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിക്കണം നിർബന്ധമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് റെസൊല്യൂഷനായിട്ട് പഠിക്കാനുള്ളത്. ഓർഡിനറി റെസൊല്യൂഷൻ, അത് നമ്മൾ സിമ്പിൾ മെജോറിറ്റി പാസ്സാക്കിയ റെസൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫേവർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലിനെ ആക്സെപ്റ്റ് ചെയ്ത നമ്പർ ഓഫ് വോട്ട്സിനേക്കാൾ ആ നമ്പർ ഓഫ് വോട്ട്സ് അത് റിജക്റ്റ് ചെയ്ത നമ്പർ ഓഫ് വോട്ട്സിനേക്കാൾ കൂടിയാൽ, അതായത് ഇൻ ഫേവർ ഓഫ് എൻ പ്രൊപ്പോസൽ അതിന് കിട്ടിയ നമ്പർ ഓഫ് വോട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. എഗിൻസ്റ്റിനേക്കാൾ കൂടുതൽ ഇൻ ഫേവർ വോട്ട് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പാസ്സാക്കിയ റെസൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഓർഡിനറി റെസൊല്യൂഷൻ. നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ മീറ്റിങ്ങിലത്തെ ഓർഡിനറി ബിസിനസ് ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ സാധാരണ ഈ റെസൊല്യൂഷൻ പാസ്സാക്കാറ്. അങ്ങനെ പാസ്സാക്കിയ റെസൊല്യൂഷൻ്റെ കോപ്പി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഒരു എക്സെപ്ഷൻ കേസ് മാത്രം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതെല്ലാം കേസസിലാണ് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കാൻ നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് ഓർഡിനറി റെസൊല്യൂഷൻ ഈസ് നെസസറി ടു ട്രാൻസാക്ട് ദി ഫോളോയിങ് ബിസിനസ്: ടു അപ്രൂവ് ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, നമ്മുടെ ആനുവൽ അക്കൗണ്ട്സ്, നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അപ്രൂവ് ചെയ്യാനും അതിനെ ബേസ് ചെയ്തിട്ട് ഡയറക്ടർ ഉണ്ടാക്കിയ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യാനും ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ദെൻ ടു അപ്രൂവ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്, ദെൻ സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം നമുക്ക് കുറേ റിപ്പോർട്ടുകൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ എൻഡിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ആ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകളൊക്കെ അപ്രൂവ് ചെയ്യാനും എന്ത് പാസ്സാക്കിയാൽ മതി? ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യാനും ഡയറക്ടേഴ്സ് റിപ്പോർട്ട് അപ്രൂവ് ചെയ്യാനും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകൾ അപ്രൂവ് ചെയ്യാനും എന്ത് മതി? ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ദെൻ ടു അപ്പോയിൻറ്റ് ആൻഡ് റിമൂവ് ഡയറക്ടേഴ്സ്, നമുക്കൊരു കമ്പനിയിലേക്ക് ഒരു പുതിയ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഡയറക്ടറെ റിമൂവ് ചെയ്യാനും നമുക്ക് ഇതുപോലത്തെ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ടു അപ്പോയിൻറ്റ്, റിമൂവ് ആൻഡ് ഫിക്സ് റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്, അതുപോലെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനും ഓൾറെഡി അപ്പോയിൻറ്റ് ചെയ്ത ഒരു ഓഡിറ്ററെ റിമൂവ് ചെയ്യാനും അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനും അതിന് നമ്മളൊരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ദെൻ ടു ഡിക്ലെയർ ഡിവിഡൻഡ്, നമ്മൾ ഓരോ ഇയറിലും അവസാനം നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് എത്രയാണ് ഡിക്ലെയർ ചെയ്യാനും നമുക്ക് എന്ത് പാസ്സാക്കിയാൽ മതി? ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. അതിനായിട്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടു ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്, ഇനി നമുക്ക് ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ടു ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ, നമ്മുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള ക്യാപിറ്റൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല, ഷെയർ ക്യാപിറ്റൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. ടു സബ്ഡിവൈഡ് ദ ഷെയർസ്, ഇപ്പോൾ ഉള്ള ഷെയറിൻ്റെ വാല്യൂ കുറച്ച്, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 20 റുപ്പീസ് ആവാം, വേണമെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം? ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഒരു ഷെയറിൻ്റെ വാല്യൂ 10 റുപ്പി ആയിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡിമാൻഡ് കൂട്ടാനായിട്ട് എല്ലാവരും സാധാരണക്കാരെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കമ്പനികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിനെ സബ്ഡിവൈഡ് ചെയ്യണമെങ്കിലും ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ടു ബോറോ മണി ഓവർ ആൻഡ് എബവ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദി കമ്പനി, ഒരു കമ്പനിക്ക് സാധാരണ പ്രത്യേകിച്ച് റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കാണ്ട് അവർക്ക് ബോറോ ചെയ്യാവുന്ന എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവിൻ്റെയും ടോട്ടലിനേക്കാൾ കൂടുതൽ അവർക്ക് ബോറോ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, അതായത് സപ്പോസ് ഇപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസർവും കൂടിയിട്ടൊരു 5 lakhs വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പനിക്ക് മാക്സിമം ഒരു എക്സ്റ്റേണൽ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യാനായിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakhs ആണ്. ഇനി ആ കമ്പനിക്ക് 5 lakhsനേക്കാൾ കൂടുതൽ ഒരു എക്സ്റ്റേണൽ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്ത് പാസ്സാക്കണം? ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടേ അവർക്കത് ബോറോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വേണം അതിന് സാങ്ഷൻ കൊടുക്കാനായിട്ട്. ദെൻ ടു അപ്പോയിൻറ്റ് സോൾ സീയിങ് ഏജൻറ്റ്, ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിലും ഒരു സ്പെഷ്യൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. ടു സീ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ കമ്പനി, ടു സെൽ ഹോൾ ഓർ പാർട്ട് ഓഫ് ദി കമ്പനീസ് ബിസിനസ്, ഒരു കമ്പനിയുടെ ബിസിനസ് ചിലപ്പോൾ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ വിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അതിനുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു എന്നുള്ള സാധാരണ ഒരു കമ്പനിയിലെ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കുന്ന കേസുകളാണ്. ആ തുടക്കത്തിലൊക്കെയാണ് കോമൺ ആയിട്ട് വരാറുള്ളത്. ആനുവൽ അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യുക, അതുപോലെ ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് അതൊക്കെ അപ്രൂവ് ചെയ്യുക, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക,
ഷെയർസ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് സാങ്ഷൻ കൊടുക്കുക, ഷെയർ ക്യാപിറ്റൽ കൂട്ടുക, അതുപോലെ ഷെയർസ് വേണമെങ്കിൽ സബ് ഡിവൈഡ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. ബാക്കി മൂന്നെണ്ണമൊക്കെ വളരെ റയർ കേസസ് ആണ്. വല്ലപ്പോൾ ചില കമ്പനികൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യം വരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഓർഡർ റെസൊല്യൂഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ച മീനിങ് പഠിക്കുക. അതുപോലെ ഇതിലത്തെ ആ ടോപ്പിൽ വരുന്ന കുറച്ച് കേസസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്കൊരു ഓർഡർ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത് വരാറ് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഈസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഒന്നാമത്തെ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇറ്റ് ഈസ് ദ റെസൊല്യൂഷൻ പ്രസൻറ്റഡ് ഇൻ ജനറൽ മീറ്റിംഗ് ആൻഡ് പാസ്ഡ് ബൈ 3/4 ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട് അറ്റ് ദി മീറ്റിംഗ്. നമ്മൾ നേരത്തെ ഓർഡിനറി റെസൊല്യൂഷനിൽ എന്താ പഠിച്ചത്? സിമ്പിൾ മെജോറിറ്റി മതി. ജസ്റ്റ് 4 പറഞ്ഞവരുടെ നമ്പർ എഗെയിൻസ്റ്റിനേക്കാൾ കൂടിയാൽ നമുക്കത് ഓർഡിനറി റെസൊല്യൂഷനായിട്ട് മാറി. പക്ഷെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവണമെങ്കിൽ 3/4 ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ? സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവുള്ളൂ. അതായത് ആ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആയ 75% ആൾക്കാരെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അപ്രൂവൽ തരണം. നേരത്തെ എത്രയും പറയുന്നു 50 51 ആയാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. അതെന്തായിട്ട് മാറി? റെസൊല്യൂഷനായിട്ട് മാറി. പക്ഷേ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 75% മെമ്പേഴ്സ് എങ്കിലും അത് ഇൻ ഫേവർ ആയിട്ട് പറഞ്ഞിരിക്കണം. അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ റെസൊല്യൂഷൻ പ്രസൻറ്റഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. ഒരു റെസൊല്യൂഷനാണ് ദാറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ് ആൻഡ് പാസ്ഡ് ബൈ 3/4 ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട് അറ്റ് ദ മീറ്റിംഗ്. പ്രസൻറ്റ് ആയാൽ മാത്രം പോരാ, അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റുമുള്ള 75% ആൾക്കാരെങ്കിലും അത് അപ്രൂവ് ചെയ്താൽ, അതിന് 4 പറഞ്ഞാൽ മാത്രമേ നമുക്കത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സ്പെഷ്യൽ റെസൊല്യൂഷനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് ഈസ് ദ റെസൊല്യൂഷൻ പ്രസൻറ്റഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ് ആൻഡ് പാസ്ഡ് ബൈ 3/4 ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട് അറ്റ് ദ മീറ്റിംഗ്. മെമ്പേഴ്സ് പ്രസൻറ്റ് ആയാൽ പോരാ, അവർക്ക് എന്നുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം? വോട്ടിംഗ് റൈറ്റ് ഉള്ള മെമ്പേഴ്സ് ആയിരിക്കണം. ഈ 75% അല്ലെങ്കിൽ 3/4 എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ് ഉള്ള മെമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ? സ്പെഷ്യൽ റെസൊല്യൂഷനായിട്ട് മാറുള്ളൂ. The intention to propose the special resolution should be specified in the notice calling the general meeting. അങ്ങനെ നമുക്ക് ഈ രീതിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട കേസസ് നമ്മുടെ ജനറൽ മീറ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാം. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ടീസിന് കോൾ ഫോർ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ നോട്ടീസ് അയക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ ആ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അതായത് ഈ മീറ്റിങ്ങിനെ നമുക്കൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇന്ന മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാനുണ്ട് എന്ന കാര്യം നോട്ടീസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതാണ് അവിടെ പറഞ്ഞത്. ദ ഇൻറ്റൻഷൻ ടു പ്രപ്പോസ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ദ നോട്ടീസ് കോളിംഗ് ദ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുന്ന നോട്ടീസിൽ ആ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. The voting may be either by show of hands or electronically or by polls. നമ്മൾ നേരത്തെ ഓർഡിനറി റെസൊല്യൂഷനിൽ പറഞ്ഞ പോലെ തന്നെ ഷോ ഓഫ് ഹാൻഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് അല്ലെങ്കിൽ പോളിംഗ് മെത്തേഡ്, ഏതെങ്കിലും മെത്തേഡിൽ കൂടെ നമുക്ക് വോട്ടിംഗ് എടുക്കാനായിട്ട് പറ്റും. വോട്ട് കാസ്റ്റ് ബൈ ദ മെമ്പേഴ്സ് ബോത്ത് പേഴ്സണലി ആൻഡ് പ്രോക്സി ഓർ ബൈ പോസ്റ്റൽ ബാലറ്റ് ആർ കൺസിഡർഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്പേഴ്സ് പ്രസൻ്റ് ആയാൽ അവരെയും കൗണ്ട് ചെയ്യും, അവരുടെ പ്രോക്സീസ് ആണെങ്കിൽ അതും കൗണ്ട് ചെയ്യും. ഇനി ഈവൻ പോസ്റ്റൽ ബാലറ്റ് വഴിക്കാണ് വോട്ട് വന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. A copy of every special resolution shall be filed with the registrar within 30 days of passing the resolution. നമ്മൾ നേരത്തെ ഓർഡിനറി റെസൊല്യൂഷനിൽ പറഞ്ഞു അതിൻ്റെ ആകെ ഒരു എക്സെപ്ഷൻ കേസ് മാത്രം, ക്യാപിറ്റൽ ക്ലോസ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മളത് രജിസ്ട്രാർ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി ഒറ്റ ഓർഡിനറി റെസൊല്യൂഷനും നമുക്ക് രജിസ്ട്രാർ അറിയിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിൽ നമ്മളെല്ലാ സ്പെഷ്യൽ റെസൊല്യൂഷനും ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ ആരറിയിച്ചിരിക്കണം? രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷനെ കുറിച്ചിട്ടുള്ള മീനിങ് പഠിക്കാനുള്ളത്. മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് ഉള്ള 3/4 ഓഫ് മെമ്പേഴ്സ് അപ്രൂവ് ചെയ്ത റെസൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുന്ന നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ ഇത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയ കാര്യം നമ്മൾ രജിസ്ട്രാറെ വിതിൻ 30 ഡേയ്സിൽ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ,
ഇനി നമ്മൾ നേരത്തെ ഓർഡിനറി റെസൊല്യൂഷനിൽ പഠിച്ച പോലെ തന്നെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യങ്ങൾ വരാമെന്ന് നോക്കാം. എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് നെസസറി ടു ട്രാൻസാക്ട് ദ ഫോളോയിങ് ബിസിനസ്. ടു ചേഞ്ച് ദ നെയിം ഓഫ് ദി കമ്പനി. കമ്പനിയുടെ നെയിം മാറ്റണമെങ്കിൽ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയ പോലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കണം. ടു ആൾട്ടർ ദി ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. മെമ്മോറാണ്ടത്തിൽ പഠിക്കുമ്പോൾ എന്താണ് കുറേ ക്ലോസസ് പഠിച്ചിട്ടുണ്ട്. ആ ക്ലോസസിൽ എന്താണ് ഏതൊക്കെയാണ് ആ ഒബ്ജക്റ്റ് ക്ലോസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ടു ചേഞ്ച് ദ ഡൊമിസൈൽ ഓഫ് ദി കമ്പനി ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഒരു കമ്പനിയുടെ ഇപ്പോൾ അഡ്രസ്സ് ഇപ്പോൾ ഒരു അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പ്ലേസോ സ്റ്റേറ്റോ ഡിസ്ട്രിക്റ്റോ മാറണമെങ്കിൽ നമ്മൾ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറണമെങ്കിൽ അവിടെ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ടു ആൾട്ടർ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമ്മുടെ കമ്പനിയുടെ മെയിൻ ഡോക്യുമെൻ്റ് ആയ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ടു റെഡ്യൂസ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ടു ഇൻക്രീസ് ഷെയർ ക്യാപിറ്റലിൽ എന്ത് മതി, ഓർഡിനറി റെസൊല്യൂഷൻ മതി എന്ന് പറഞ്ഞു. പക്ഷേ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കിയിരിക്കണം. ടു പേ ഇൻട്രസ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പലർക്കും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് തികയാതെ വന്നാൽ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് എന്തുണ്ടാവണം, ഇതുപോലെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം മാത്രമേ ക്യാപിറ്റലിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. To request the central government to appoint inspectors to investigate the affairs of the company. നമ്മുടെ കമ്പനിയുടെ അഫയേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ പാർട്ടിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു റിക്വസ്റ്റ് കൊടുക്കാം. ഞങ്ങളുടെ കമ്പനിയെ ഒരു ഇൻസ്പെക്ടർ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. ആ റിക്വസ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷമേ സെൻട്രൽ ഗവൺമെൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. Then to sanction loans or give guarantee to company under the same management. നമ്മുടെ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി വേറൊരു കമ്പനിക്ക് ലോൺ എടുക്കുന്നതിന് ഗ്യാരണ്ടി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. കാരണം ബൈ ചാൻസ് ആ കമ്പനി പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് തരാതിരുന്നാൽ അത് നമ്മുടെ എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് മാനേജിങ് ഡയറക്ടർക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലോൺ കൊടുക്കുക, ഗ്യാരണ്ടി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ഇനി 2-3 പോയിന്റ് ഉണ്ട്, അത് അടുത്ത സ്ലൈഡിലാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ തുടക്കത്തിലത്തെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും കോമൺ ആയിട്ട് വരാറ്. കമ്പനിയുടെ പേര് മാറ്റുക, ഒബ്ജക്റ്റ് ക്ലോസ് മാറ്റുക, അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, ആർട്ടിക്കിൾസ് ഓൾട്ടർ ചെയ്യുക, റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ നടത്തേണ്ട അവസ്ഥ വരാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ടു ഫിക്സ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ. നമുക്ക് ഡയറക്ടറിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ഓഡിറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാൻ ഓർഡിനറി റെസൊല്യൂഷൻ മതി. പക്ഷേ ഡയറക്ടറിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ടു പെർമിറ്റ് എ ഡയറക്ടർ ടു ഹോൾഡ് ആൻ ഓഫീസ് ഇൻ ദ കമ്പനി. അതുപോലെ ഡയറക്ടറുടെ ഓഫീസ് അത് ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ ആൾക്ക് നമുക്കറിയാലോ ഹോൾ ടൈം ഡയറക്ടർ ഉണ്ടെങ്കിൽ അയാൾക്ക് പെർമനൻ്റ് ആയിട്ടൊരു ഓഫീസ് സെറ്റപ്പ് ഒക്കെ വേണം. അത് സെറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ടു മേക്ക് ദ ലയബിലിറ്റി ഓഫ് ദ ഡയറക്ടേഴ്സ് ഓർ മാനേജേഴ്സ് അൺലിമിറ്റഡ്. നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ടൈപ്പ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട് നമുക്കറിയാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ മാനേജേഴ്സിൻ്റെയും അതുപോലെ ഡയറക്ടേഴ്സിൻ്റെയും ലയബിലിറ്റിയും അൺലിമിറ്റഡ് ആക്കാനായിട്ട് പറ്റും. കാരണം എന്താണ്, അവരാണ് മെയിനായിട്ടും ആ ബിസിനസ് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കും കൂടിയും ബാധ്യത വരുമെന്നൊരു ബോധ്യം ഉണ്ടായാൽ അവർ പ്രോപ്പറായിട്ട് അധികം മാൾ പ്രാക്ടീസസ് ഒന്നും നടത്താണ്ട് കമ്പനിക്ക് ലയബിലിറ്റി കൂട്ടാണ്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി അവരുടെ ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ആ ഡയറക്ടേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ടു വൈൻഡിങ് അപ്പ് ദ കമ്പനി വോളണ്ടറിലി. ഒരു കമ്പനി വോളണ്ടറി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് വേണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നേരത്തെ സൈഡിന് കണ്ടിന്യൂവേഷൻ ആണ്. ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്, അവരുടെ ഓഫീസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതുപോലെ അവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കാനായിട്ട്, വോളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഈ 4 കേസസിലും നമുക്ക് എന്താ പാസ്സാക്കേണ്ടതായിട്ട് വരും? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് സ്പെഷ്യൽ റെസൊല്യൂഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ച മീനിങ് പഠിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ, ഏതൊക്കെ കേസസിലാണ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ട് വരാറുള്ളത്, കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള 2 കൈൻഡ് ഓഫ് റെസൊല്യൂഷൻ കഴിഞ്ഞു. മൊത്തം 4 ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അതിലത്തെ ആദ്യത്തെ 2 തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പഠിച്ച ഓർഡിനറി റെസൊല്യൂഷനും അതുപോലെ സ്പെഷ്യൽ റെസൊല്യൂഷനും. ഓക്കെ, then the third one is resolution requiring special notice. 2 മെയിൻ ആയിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഞാൻ മൂന്നാമത്തേതാണ് resolution requiring special notice. This is a kind of ordinary resolution in which a prior notice of intention to move the resolution has to be given to the company. ഇനി നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലൊരു റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, a prior notice of intention to move the resolution has to be given to the company. കമ്പനിയുടെ മെമ്പേഴ്സ് തന്നെ, ഏതൊക്കെ മെമ്പേഴ്സ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്, ആ മെമ്പേഴ്സ് കമ്പനിക്ക് മുൻകൂറായിട്ട് ഒരു നോട്ടീസ് കൊടുക്കണം. ഇന്ന കാര്യങ്ങൾ റെസൊല്യൂഷൻ വഴി പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒരു സ്പെഷ്യൽ നോട്ടീസ് കൊടുത്താൽ മാത്രമേ ഈ റെസൊല്യൂഷൻ നമുക്ക് പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്, റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ്. നമ്മൾ നേരത്തെ പഠിച്ച 2 ടൈപ്പിനൊന്നും അങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ സ്പെഷ്യൽ നോട്ടീസ് പ്രകാരമുള്ള റെസൊല്യൂഷൻ ആണെങ്കിൽ ആ റെസൊല്യൂഷൻ ആവശ്യമുള്ള മെമ്പേഴ്സ് കമ്പനിക്ക് മുൻകൂറായിട്ട് ഒരു നോട്ടീസ് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഡിസിഷനെ കുറിച്ചിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുക്കണം. Such a notice shall be given to the company by such number of members. ഈ നോട്ടീസ് ആരാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, who hold not less than 1% of the total voting right. ടോട്ടൽ വോട്ടിംഗ് റൈറ്റിൻ്റെ 1% കുറവ്, നോട്ട് ലെസ് ദാൻ 1% കുറവ്, അതായത് 1% മുകളിൽ വോട്ടിംഗ് റൈറ്റുള്ള ഒരു മെമ്പർക്ക് മാത്രമേ ഇങ്ങനെ നോട്ടീസ് കൊടുക്കാനായിട്ട് റൈറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കേസ് പറയുന്നത്. who hold not less than 1% of the total voting power. മൊത്തം പവറിൻ്റെ അറ്റ്ലീസ്റ്റ് 1% വോട്ടിംഗ് പവർ ഉള്ള ഒരാളായിരിക്കണം ഈ നോട്ടീസ് കൊടുക്കുന്ന മെമ്പർ എന്ന് പറയുന്നത്. Then who hold shares on which the prescribed amount not exceeding ₹5 lakh has been paid up. അതുപോലെ ഷെയർ വാല്യൂ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷത്തിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 5 ലക്ഷത്തിനേക്കാൾ കുറയാത്തൊരു എമൗണ്ട് നോട്ട് എക്സീഡിങ് 5 lakhs, അറ്റ്ലീസ്റ്റ് 5 ലക്ഷമെങ്കിലും ഒരു എമൗണ്ട് കൊടുത്ത ഒരാളായിരിക്കണം. ഈ 2 സിറ്റുവേഷനും അല്ലെങ്കിൽ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന മെമ്പേഴ്സിന് മാത്രമേ ഈ രീതിയിലൊരു നോട്ടീസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. who hold not less than 1% of the total voting power, who hold shares on which the prescribed amount not exceeding 5 lakhs has been paid up. 5 ലക്ഷത്തിൽ കുറയാത്ത ഒരു എമൗണ്ട് പെയ്ഡപ്പ് ക്യാപിറ്റലായിട്ടുള്ള മെമ്പർക്കും കൂടി ഇങ്ങനത്തെ ഒരു നോട്ടീസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. The notice must be given to the company at least 14 days before the meeting. മീറ്റിംഗ് തുടങ്ങുന്നേക്കാൾ 14 ദിവസത്തിന് മുമ്പെങ്കിലും ഈ നോട്ടീസ് ഇത് കൊടുത്തിരിക്കണം. On receipt of such notice, the company shall give the notice to its members. അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്കാര്യം ബാക്കി എല്ലാ മെമ്പേഴ്സിനും അറിയിക്കണം. വളരെ കുറച്ച് മെമ്പേഴ്സൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ റിക്വസ്റ്റ് തന്നിട്ടുണ്ടാവുക. ആ കാര്യം ബാക്കിയുള്ള കമ്പനിയുടെ ബാക്കി എല്ലാ മെമ്പേഴ്സിനും അറിയിക്കലാണ് കമ്പനി ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ്. കമ്പനിയുടെ സ്പെഷ്യൽ നോട്ടീസ് ആവശ്യമായിട്ട് വരുന്ന ഒരു റെസൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ പാസ്സാക്കാം. അതിനെ സെർട്ടൻ 2 കാറ്റഗറി ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ അഡ്വാൻസ് ആയിട്ട് കമ്പനിക്ക് 14 days ബിഫോർ ആയിട്ട് കമ്പനിക്ക് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ആ മീറ്റിങ്ങിൽ നമുക്ക് ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറഞ്ഞ ഹെഡിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് പറ്റും. ഓക്കെ, The following are the cases requiring special notice. ഏതൊക്കെ കേസസിലാണ് നമ്മൾ നേരത്തെ പഠിച്ച റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ് പാസ്സാക്കാനായിട്ട് പറ്റുക? നമ്മൾ നേരത്തെ ഓർഡിനറിക്കും
സ്പെഷ്യൽ എന്നൊക്കെ പഠിച്ചില്ലേ കേസസ്, അതുപോലത്തെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട സിറ്റുവേഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് അതർ ദാൻ ദി റിട്ടയറിംഗ് ഓഡിറ്റർ. ഒരു റിട്ടയറിംഗ് ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ റിട്ടയർ ചെയ്തത് കൊണ്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് അല്ല, അല്ലാത്ത എന്തെങ്കിലും കേസസിൽ നമുക്കൊരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഈ രീതിയിലുള്ള റെസൊല്യൂഷനാണ് നമ്മൾ പാസ്സാക്കേണ്ടതായിട്ട് വരിക. ഒരു ഓഡിറ്റർ ആളുടെ ടേം കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് നടത്തുമ്പോൾ ആളുടെ പുതിയൊരു അപ്പോയിൻമെൻറ്റ് വരും, അപ്പം നമ്മൾ ഈ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമില്ല. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും കേസസ് വന്നിട്ട് നമ്മളൊരു ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ കേസ് തരത്തിലുള്ള റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കേണ്ടതായിട്ട് വരും. ദെൻ പ്രൊവൈഡിങ് എക്സ്പ്രസ്ലി ദാറ്റ് ദ റിട്ടയറിംഗ് ഓഡിറ്റർ ഷാൽ നോട്ട് ബി റീഅപ്പോയിൻറ്റഡ്. അതുപോലെ നമുക്ക് ഇപ്പോൾ റിട്ടയർ ചെയ്ത ഒരു ഓഡിറ്ററെ വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഈ രീതിയിലുള്ള റെസൊല്യൂഷനാണ് നമ്മൾ പാസ്സാക്കേണ്ടതായിട്ട് വരിക. സാധാരണ ഒരു ടേം കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഓഡിറ്റർക്ക് തന്നെ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് അവിടുത്തെ ഒരു ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ട് ആൾ വീണ്ടും റീഅപ്പോയിൻമെൻറ്റ് നടത്താൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു മെമ്പർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് പ്രൊവൈഡിങ് എക്സ്പ്രസ്ലി ദാറ്റ് ദ റിട്ടയറിംഗ് ഓഡിറ്റർ ഷാൽ നോട്ട് ബി റീഅപ്പോയിൻറ്റഡ്. റിട്ടയർ ചെയ്ത ഓഡിറ്റർ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആൾ ഈ രീതിയിലുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കണം. റിമൂവൽ ഓഫ് എ ഡയറക്ടർ ബിഫോർ ദി എക്സ്പയറി ഓഫ് ഹിസ് ടേം. അതുപോലെ ഒരു ഡയറക്ടർ ആളുടെ ടേം കഴിയുന്നേക്കാൾ മുമ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ റെസൊല്യൂഷനാണ് നമ്മൾ പാസ്സാക്കേണ്ടതായിട്ട് വരിക. അതായത് ഓരോ ഡയറക്ടർക്കും ഒരു ടേം, ഒരു പീരീഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ പീരീഡ് അവസാനിക്കുന്നേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരു ഡയറക്ടറെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ റെസൊല്യൂഷനാണ് നമ്മൾ പാസ്സാക്കേണ്ടതായിട്ട് വരിക. Then appointment of a director in place of the director removed before the expiry of his term. ആ രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്തു, ഒരു ഡയറക്ടർ റിമൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു. ആ വേക്കൻസിക്ക് അപ്പോയിൻമെൻറ്റ് പുതിയൊരു ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ ഈ റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കണം. ഒരാളുടെ എക്സ്പയറി ഡേറ്റിന് മുമ്പ് ആളെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ റെസൊല്യൂഷൻ പാസ്സാക്കണം. അങ്ങനെ എക്സ്പയറിക്ക് മുമ്പ് ഒരു ഡയറക്ടറെ റിമൂവ് ചെയ്തത് കൊണ്ട് അവിടെ വന്ന വാക്കൻസി ഫില്ല് ചെയ്യുന്ന അപ്പോയിൻമെൻറ്റും ഏത് രീതിയിൽ ഈ റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ് പ്രകാരമാണ് നമ്മൾ പാസ്സാക്കി എടുക്കേണ്ടത്. ഇങ്ങനെ 4 കേസസ് ആണ് ഈ രീതിയിൽ നമുക്ക് റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ട് വരിക. ഒന്ന്, റിട്ടയറിംഗ് ഓഡിറ്റർ അല്ലാണ്ട് വേറെ ആരെങ്കിലും നമ്മൾ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ, അതുപോലെ റിട്ടയർ ചെയ്ത ഓഡിറ്ററെ വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടറെ ആളുടെ ടേം കഴിഞ്ഞേക്കാൾ മുമ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്തത് കൊണ്ട് വന്ന വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ ഈ 4 കേസസിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസാണ് നമ്മൾ പാസ്സാക്കേണ്ടതായിട്ട് വരിക. അതാണ് നമ്മുടെ 3ാമത്തെ കൈൻഡ് ഓഫ് റെസൊല്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ. Then the 4th one is resolution by postal ballot. അത് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വോട്ടിങ്ങിലെ പോസ്റ്റൽ ബാലറ്റ് പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്ക് പോസ്റ്റൽ ബാലറ്റ് വഴിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കാം. A listed company may get any resolution passed by postal ballot instead of transacting business at a general meeting. നമുക്കൊരു എല്ലാ ലിസ്റ്റഡ് കമ്പനികൾക്കും വേണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ടൊരു മീറ്റിംഗ് കൂടണമെന്ന്, ഫിസിക്കലി ഒരു മീറ്റിംഗ് കൂടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ നാളെ പോസ്റ്റൽ വോട്ടിങ്ങിൽ പഠിച്ചോണം നമുക്ക് എല്ലാവർക്കും ഒരു നോട്ടീസ് അയക്കുക. അതിൻ്റെ കൂടെ ഏത് റെസൊല്യൂഷനാണ് പാസ്സാക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒരു പോസ്റ്റൽ ബാലറ്റും അയച്ചു കൊടുക്കുക. മെമ്പേഴ്സിനോട് എന്ത് പറയുക, കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് അസെൻ്റ് ആണോ ഡിസെൻ്റ് ആണോ എന്ന് അറിയിക്കാൻ പറയുക. അത് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പാസ്സാക്കാം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് പോസ്റ്റൽ ബാലറ്റ് വോട്ടിങ്ങിൽ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എ ലിസ്റ്റഡ് കമ്പനി മേ ഗെറ്റ് എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ പോസ്റ്റൽ ബാലറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസാക്ടിങ് ബിസിനസ് അറ്റ് ജനറൽ മീറ്റിംഗ്. When a company wants to pass any resolution by postal ballot, the company shall send a notice to all the holders to send their assent or dissent in writing on a postal ballot within a period of 30 days. നമ്മൾ അവിടെ പഠിച്ചോണം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ മെമ്പേഴ്സിനും ഒരു ലെറ്റർ അയക്കുക. ആ ലെറ്ററിൽ ഏത് റെസൊല്യൂഷനാണ് പാസ്സാക്കേണ്ടത് അതിന് ഇൻറ്റൻഷൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. എലോങ് വിത്ത് ഒരു ബാലറ്റ് പേപ്പർ കൂടിയും അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് പറയുക, 30 ദിവസത്തിനുള്ളിൽ ഇതിനൊരു മറുപടി, ഒന്നല്ലെങ്കിൽ അസെൻ്റ് അല്ലെങ്കിൽ ഡിസെൻ്റ്,
ഒന്നല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മറുപടി അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു മറുപടി അറിയിക്കണമെന്ന് പറയുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യണവരാണ് കൂടുതലെന്ന് വെച്ചാൽ നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കും. റിജക്റ്റ് ചെയ്യണവരാണ് കൂടുതലെന്ന് വെച്ചാൽ നമ്മൾ റെസൊല്യൂഷൻ റിജക്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടത്തി അതായത് ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ സാധാരണ റെസൊല്യൂഷൻ പാസ്സാക്കണ പോലെ തന്നെ ഈ രീതിയിലുള്ള പോസ്റ്റൽ ബാലറ്റ് വഴിക്കും റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വീണ്ടും എക്സ്ട്രാ പഠിക്കണമെന്നില്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതേ പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ കൈൻഡ്സ് ഓഫ് റെസൊല്യൂഷൻ കഴിഞ്ഞു. മെയിനായിട്ടും 2 ടൈപ്പാണ് മെയിനായിട്ടും വരാറ്. എലോങ് വിത്ത് 2 സബ്സിഡറി കൈൻഡ്സ് ഓഫ് റെസൊല്യൂഷൻ കൂടി വരാറുണ്ട്. ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ് ആൻഡ് റെസൊല്യൂഷൻ ബൈ പോസ്റ്റൽ ബാലറ്റ്. അപ്പോൾ ആദ്യത്തെ 2 കേസസ് നന്നായിട്ട് പഠിക്കുക. അതിൽ വരുന്ന സിറ്റുവേഷൻസ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്കൊരു ഓർഡിനറി റെസൊല്യൂഷനോ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനോ പാസ്സാക്കേണ്ടതായിട്ട് വരാറ്, അതും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.